CSKയിലെ കുറച്ച് ടോക്സിക് ഫാൻസിന്റെ അടുത്താണ് എനിക്ക് സംസാരിക്കാനുള്ളത്. എന്തോ ആടേ, നിങ്ങളുടെ ടീം ഇന്നലെ ജയിച്ചു. ടീമിന്റെ ജയമാണോ ഇമ്പോർട്ടന്റ്, അത് ധോണി 6 അടിപ്പിച്ച് ജയിക്കുന്നതാണോ ഇമ്പോർട്ടന്റ്? എല്ലാ ഫാൻസിനും അല്ല കുറ്റം പറയണം. ചില നല്ല ഫാൻസ് ഉണ്ട്. ഞാൻ അടക്കം ഒരു CSK ഫാനാണ്. ചുമ്മാ നിങ്ങളൊരു ഹെൽത്തി ഫാനാവ്, എല്ലാ പ്ലേയേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഫാനാവ്, അല്ലാണ്ട് ഡോണ്ട് ബി ആൻ അന്തം ഫാൻ. ഇന്നലെ ശിവം ദൂബെ ഔട്ടായപ്പോ തൊട്ട് തുടങ്ങിയതാണ്. ശിവം ദൂബെ ഔട്ടായപ്പോ എന്ന് നടന്ന് വിളിക്കണേ, എന്തൊരു ധോണി വരുമല്ലോ. അതിനുശേഷം വന്നത് ദീപക്കൂട്ട ഔട്ടായപ്പോ അത് വീണ്ടും വിളിക്കണം. അപ്പൊ അടുത്ത ആര് പറഞ്ഞ സാം കറൻ പറഞ്ഞു. സാം കറൻ ഔട്ടായപ്പോ എന്ന് വിളിക്കണം. അതിനുശേഷം ജഡേജ വന്നു. അവസാനം ജഡേജ റണ്ണൌട്ടായപ്പോ എന്തോന്നാണ്, നമ്മളെ ടീമിന് വേണ്ടി ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന ഒരു പ്ലെയർ ആണ് ജഡേജ. ഇന്നലെ അടിച്ച ആ 15 റൺ എത്ര വാല്യൂബിൾ ആയിരുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. കുറച്ച് ട്രിക്കി സിറ്റുവേഷൻ ആണ്. അപ്പൊ അത്രയും നിങ്ങളുടെ ഗ്രൂപ്പിന്, നിങ്ങളുടെ ടീമിന് വേണ്ടി ചെയ്യുന്ന ഒരാൾ ഔട്ട് ആവുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്ന് വിളിക്കുന്നത്? ശരി, ധോണി ക്രേസ് ഒക്കെ തന്നെയാണ്. ഞാനൊരു കട്ട ധോണി ഫാനാണ്. പക്ഷെ വല്ലവനും ഔട്ടായിട്ട് ധോണി വന്ന് ഫിനിഷ് ചെയ്യണമെന്ന് എനിക്ക് അങ്ങനത്തെ ഒരു സെൽഫിഷ് സാധനങ്ങളേ ഇല്ല. ആൻഡ് അവസാനം രച്ചിൻ രവീന്ദ്ര അടിച്ച് കളി ജയിച്ചപ്പോൾ അവന്റെ ഇൻസ്റ്റാ ഹാൻഡിലൊക്കെ എന്തോന്നാണ് ചെന്ന് അഴിക്കുന്നത്. നിങ്ങളുടെ ടീമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്ലെയർ ആണ്. സെക്കൻഡ് ഇന്നിംഗ്സിൽ മര്യാദയ്ക്ക് നമ്മൾ ചേസ് ചെയ്ത് രച്ചിൻ രവീന്ദ്ര അവസാനം വരെ നിന്നുകൊണ്ടാണ്. സോ ഒരുമാതിരി പൊട്ടക്കണച്ചിലെ തവളകളെ പോലെ പെരുമാറാതിരിക്കുക. സോ നിങ്ങളുടെ ടീമിന്റെ റിസൾട്ടിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കൂ. ധോണിനെ ആരാധിച്ചോ, പക്ഷെ ടോക്സിസിറ്റി കുറയ്ക്കുക. ഫാനിസം ഓക്കെയാണ്, ബട്ട് ഡോണ്ട് ബി ടോക്സിക് അന്തം ഫാൻസ്.